ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള 4 തെളിവുകൾ ഇതാ. 1, സൃഷ്ടി. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണതകളിലേക്കും പ്രപഞ്ചത്തിൻ്റെ വിശാലതയിലേക്കും അറിയാവുന്നതും അറിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആശ്ചര്യപ്പെടാനും മാത്രമേ ഏതൊരാൾക്കും കഴിയൂ. ഇതെല്ലാം ക്രമരഹിതമായിരിക്കുമോ? അതിന് പിന്നിൽ ബുദ്ധിയില്ലേ? 2, മനസ്സാക്ഷി. ഉയർന്ന നീതിയുടെ ഒരു ദൈവം നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി. റോമാലേഖനം 2 യഹൂദന്മാരെ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കാനും അതിനനുസരിച്ചുള്ള വിധിക്ക് വേണ്ടി യഹൂദന്മാർക്ക് ദൈവവചനവും നിയമവും നൽകിയതിനെക്കുറിച്ച് പൗലോസ് എഴുതുന്നു. അപ്പോൾ തന്നെ വിജാതീയർക്ക് ആ നിയമമില്ലായിരുന്നു, എന്നാൽ അവർക്ക് ഒരു മനസ്സാക്ഷി ഉണ്ടായിരുന്നു, ഒരു അലിഖിത നിയമം. അതിനാൽ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം അവരെ പഠിപ്പിച്ചു. എല്ലാ മനുഷ്യർക്കും ജന്മന ഉള്ള ഒരു ധാർമ്മിക കോമ്പസാണിത്. 3, യുക്തിബോധം. മറ്റൊരു മതഗ്രന്ഥവും ഇതുപോലെയല്ല. 1500 വർഷങ്ങൾക്കിടയിൽ 40-ലധികം വ്യത്യസ്ത രചയിതാക്കൾ, എന്നിട്ടും യോജിപ്പും ഏകീകൃതവും കൃത്യം. യുക്തിസഹജമായ ചിന്തകൾ ഉപയോഗിക്കുമ്പോൾ ബൈബിളിൻ്റെ ചരിത്രപരത, ബൈബിളിൽ അടങ്ങിയിരിക്കുന്നതും സംസാരിക്കുന്നതും യേശുവിൻ്റെ അവകാശവാദങ്ങളുടെയും ചരിത്രപരത എന്നിവയെക്കുറിച്ചുള്ള അതിശക്തമായ തെളിവുകൾ ഇതും ഇതിലേറെയും പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വസ്തുതകൾ അവഗണിക്കാനാവില്ല. പ്രമുഖ വിദഗ്ധർ സമ്മതിച്ചിരിക്കുന്നത് പോലെ ബൈബിൾ ചരിത്രപരമായി കൃത്യമാണെങ്കിൽ അത് ദൈവത്തിനുള്ള തെളിവായി ഗൗരവമായി എടുക്കണം. 4, മനുഷ്യ അനുഭവം. ഈ ദൈവത്തെക്കുറിച്ച് ആളുകളുടെ സാക്ഷ്യങ്ങൾ, ഈ ദൈവനിമിത്തം അവരുടെ ജീവിതം മാറ്റാനുള്ള അവരുടെ സന്നദ്ധത, ഈ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കാനുള്ള അവരുടെ സന്നദ്ധത എന്നിങ്ങനെയുള്ള മാനുഷിക അനുഭവം വളരെ വലുതാണ്. ആത്യന്തികമായി മനുഷ്യന്റെ ദൈവാനുഭവം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നായിരിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.